കഥ സൗന്ദര്യ മത്സരം. എടയാട്ടുപറമ്പിലെ ഗോപാലന് ധാരാളം ആടുകൾ ഉണ്ടായിരുന്നു. മൈതാനം പോലെ ഒഴിഞ്ഞുകിടക്കുന്ന വിശാലമായ പറമ്പിൽ അവയെ കൂട്ടത്തോടെ അഴിച്ചുവിടുമായിരുന്നു. ആടുകളിൽ കുറെയെണ്ണം നല്ല കറുപ്പ് നിറമുള്ളതും ബാക്കിയുള്ളവ നല്ല വെളുപ്പും ആയിരുന്നു. വെളുത്ത ആടുകൾ തങ്ങളുടെ മനോഹരമായ വെളുപ്പിൽ അഭിമാനം കൊണ്ടു. കറുത്ത ആടുകൾ കറുപ്പിന്റെ അഴകിൽ ആനന്ദം കണ്ടെത്തി. നിറത്തിന്റെ അടിസ്ഥാനത്തിൽ അവ സ്വയമേവ രണ്ട് ടീമായി രൂപപ്പെട്ടിരുന്നു. ഓടിയും ചാടിയും തലകുത്തിമറിഞ്ഞും കളിക്കുമ്പോൾ അവ ഓരോ ടീമിന്റേതായ ആവേശം പങ്കുവച്ചു. എന്നാൽ പോലും അവരുടെ മത്സരങ്ങളെല്ലാം സൗഹാർദ്ദപരമായിരുന്നു. അങ്ങനെയിരിക്കെയാണ് ആടുകൾക്ക് സൗന്ദര്യത്തെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാകുന്നത്. വെളുപ്പാണ് ഏറ്റവും നല്ല നിറമെന്ന് വെളുത്ത ആടുകൾ വിശ്വസിച്ചു. വെളുപ്പിന്റെ ഗുണഗണങ്ങളെ വാഴ്ത്തി വെളുത്ത ആടുകൾ അഭിമാനം കൊണ്ടു. അതേക്കുറിച്ച് കറുത്ത ആടുകൾ കേൾക്കാനായി ഉറക്കെ സംസാരിക്കാനും അവർ മറന്നില്ല. കറുപ്പാണ് ഏറ്റവും നല്ല നിറമെന്ന് കറുത്ത ആടുകൾ ഉറപ്പിച്ചു. കറുപ്പിന്റെ ഏഴഴകിനെക്കുറിച്ച് അവർ വാതോരാതെ സംസാരിച്ചു. അങ്ങനെയാണ് ആടുകളുടെ സൗന്ദര്യ മത്സരം നടത്തണമെന്ന ആശയം പൊങ്ങിവന്നത്. ഇടയ്ക്കൊക്കെ മൈതാനത്ത് പുല്ല് തിന്നുവാൻ വന്നിരുന്ന പൂവാലി പശുവിനെ ആടുകൾ സമീപിച്ചു. നടക്കാൻ പോകുന്ന സൗന്ദര്യ മത്സരത്തിൽ വിധികർത്താവാകണമെന്ന് ആവശ്യപ്പെട്ടു. ഇതൊരു രസകരമായ മത്സരമാണല്ലോ എന്നോർത്ത് പൂവാലി സന്തോഷത്തോടെ ആ ചുമതല ഏറ്റെടുത്തു. വെളുത്ത ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരു സുന്ദരിയായ വെളുത്ത ആടിനെ മത്സരത്തിനായി തെരഞ്ഞെടുത്തു. അതുപോലെ കറുത്ത ആട്ടിൻകൂട്ടത്തിൽ നിന്നും ഒരു സുന്ദരിയെ തെരഞ്ഞെടുത്തു. മത്സര ദിവസവും തീരുമാനിച്ചു. മത്സര ദിവസം വന്നെത്തിയപ്പോൾ ആടുകൾ ആവേശത്തോടെ അണിനിരന്നു. വിധി നിർണയിക്കാനായി പൂവാലി പശു മുന്നിൽ തന്നെ ഇരിപ്പുറപ്പിച്ചു. ആദ്യത്തെ ഊഴം കറുത്ത ആടിനായിരുന്നു. കറുത്ത സുന്ദരി തന്റെ സൗന്ദര്യം പ്രദർശിപ്പിച്ചുകൊണ്ട് ഏതാനും തവണ അങ്ങോട്ടും ഇങ്ങോട്ടും സാവധാനത്തിൽ നടക്കാൻ തുടങ്ങി. പൂവാലി ഓരോ ചലനങ്ങൾക്കനുസരിച്ചും മാർക്ക് ഇട്ടുകൊണ്ടിരുന്നു. ബേ ഭേ വിളികൾ മുഴക്കി ടീം അംഗങ്ങൾ സമ്മാനം തങ്ങൾക്കാണെന്ന മട്ടിൽ സുന്ദരിയെ പ്രോത്സാഹിപ്പിക്കുകയും സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. മത്സരം അവസാനിച്ചപ്പോൾ പൂവാലി പശു മാർക്കുകൾ കൂട്ടിയിടാൻ തുടങ്ങി. ബലമറിയാനായി വെളുത്ത ടീമും കറുത്ത ടീമും ആകാംക്ഷയോടെ കാത്തിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ പൂവാലിയുടെ റിസൾട്ട് വന്നു. ഇന്നിവിടെ നടന്ന സൗന്ദര്യ മത്സരത്തിൽ 100-ൽ 100 മാർക്ക് കറുത്ത സുന്ദരി നേടിയിരിക്കുന്നു. അതുപോലെ വെളുത്ത സുന്ദരിയും 100-ൽ 100 മാർക്ക് നേടിയിരിക്കുന്നു. രണ്ടുപേരും ഒന്നാം സമ്മാനം നേടി വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നു. വെളുത്ത ആടുകളും കറുത്ത ആടുകളും പരസ്പരം കെട്ടിപ്പിടിച്ച് സന്തോഷം രേഖപ്പെടുത്തി. കറുത്ത സുന്ദരിയെ എടുത്തുപൊക്കി വെളുത്ത ടീമും വെളുത്ത സുന്ദരിയെ എടുത്തുപൊക്കി കറുത്ത ടീമും നൃത്തം ചെയ്തു. അപ്പോൾ സന്തോഷത്തിന്റെ ബേബേ വിളികൾ മൈതാനത്ത് നിറഞ്ഞു നിന്നു.